കേരളീയർക്ക് ഒരിക്കലും മറക്കാനാവാത്ത 2018 എന്ന വർഷവും പ്രളയമെന്ന മഹാമാരിയും പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു നേർക്കാഴ്ചയെന്നോണം അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മലയാളികളുടെ മനോധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒത്തൊരുമയുടെയും കഥയാണ് ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. 30 കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ 200 കോടി സ്വന്തമാക്കി. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടുകയും ചെയ്തു. മികച്ച രാജ്യാന്തര സിനിമാ വിഭാഗത്തിൽ ഓസ്കറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായിരുന്നു 2018. ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയില്ലെങ്കിലും അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ മേക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. സംവിധായകൻ ജൂഡ് ആന്റണി, നിർമ്മാതാവ് വേണു കുന്നംപള്ളി, പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, ഛായാഗ്രഹകൻ അഖിൽ ജോർജ്, എഡിറ്റർ ചമൻ ചാക്കോ എന്നിവരാണ് വീഡിയോയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. 2018 എന്ന സിനിമ ചെയ്യാൻ തനിക്ക് പ്രചോദനമായത് സ്വന്തം അനുഭവങ്ങൾ തന്നെയാണെന്ന് ജൂഡ് പറയുന്നു. ഈ സിനിമയിൽ ജോലി ചെയ്ത മിക്കവരും വെള്ളപ്പൊക്കത്തിന്റെ ഇരകളായിരുന്നു. വെള്ളം ഇറങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് കയറി അവിടെ മുഴുവൻ വൃത്തിയാക്കുമ്പോൾ നിരാശയായിരുന്നു. ഇനിയൊരു ജീവിതമില്ലെന്നാണ് കരുതിയത്. വെള്ളപ്പൊക്ക സമയത്തെ പത്രങ്ങൾ സംഘടിപ്പിച്ച് വായിച്ചപ്പോഴും ആ സമയത്തെ വീഡിയോകൾ കണ്ടപ്പോഴും ഇതൊരു കൂട്ടായ്മയുടെ കഥയല്ലേ എന്ന് തോന്നി. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മനുഷ്യത്വം മാത്രം. അങ്ങനെയാണ് ഇതൊരു സിനിമയാക്കണമെന്ന് തോന്നിയതെന്ന് ജൂഡ് വ്യക്തമാക്കുന്നു. വെള്ളപ്പൊക്കവും കടൽക്ഷോഭവും എയർലിഫ്റ്റും ഉൾപ്പെടെ ചിത്രത്തിലെ സുപ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച അനുഭവം വീഡിയോയിൽ ജൂഡ് പങ്കുവെക്കുന്നു. വൈക്കത്തെ 12 ഏക്കർ വരുന്ന പുരയിടത്തിൽ സെറ്റിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം. 2 ഏക്കർ സ്ഥലത്ത് പണിത വലിയ ടാങ്കിലായിരുന്നു വെള്ളപ്പൊക്കം ചിത്രീകരിച്ചത്. വെള്ളം കയറി വരുന്നത് ചിത്രീകരിക്കാൻ ടാങ്കിലേക്ക് കൂടുതൽ വെള്ളം കയറ്റിവിടാതെ വീടുകളുടെ ഉയരം കുറച്ചുകൊണ്ടാണ് ചിത്രീകരിച്ചതെന്ന് ജൂഡ് പറയുന്നു. കടൽക്ഷോഭവും തിരമാലകളും സൃഷ്ടിക്കാൻ വലിയ യന്ത്രങ്ങളെയല്ല, മനുഷ്യരെയാണ് ആശ്രയിച്ചത്. 10-15 ആളുകൾ ടാങ്കിലിറങ്ങി ബോട്ടിൽ പ്രത്യേകം ബന്ധിപ്പിച്ച് ചേർത്ത കമ്പികൾ കുലുക്കിയാണ് ആ ഇഫക്റ്റ് വരുത്തിയത്. ആർട്ട് ഡയറക്ടറും സംവിധാന സഹായികളുമെല്ലാം അതിനായി വെള്ളത്തിലിറങ്ങി. കൂറ്റൻ തിരകൾ ഉണ്ടാക്കാൻ JCB ഉപയോഗിച്ചു. തന്നെ സംബന്ധിച്ച് 2018 ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. താനിപ്പോഴും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ കാണുന്ന, സിനിമ പഠിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും എത്ര വലിയ സിനിമ വേണമെങ്കിലും ഏതു വലിയ സ്കെയിലിലും ചെയ്യാൻ പറ്റുമെന്നതിന് തെളിവാണ് 2018 എന്ന സിനിമയും താനെന്ന ഫിലിം മേക്കറുമെന്നും ജൂഡ് കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.